പേര് അനയ. ഞാൻ ഇന്ന് ഒരു മടിയനായ ഒരു ദിവസം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഒരു തീർന്നു അവന് സന്തോഷവും സുഖവും തോന്നി. കൂട്ടുകാരെ, നിങ്ങൾക്കും കെട്ടിക്കഥകളിലേക്ക് കുട്ടി ബുദ്ധിശാലിയായിരുന്നു. ഹലോ കൂട്ടുകാരെ, എന്റെ പേര് അനയ. ഞാൻ ഇന്നൊരു മടിയനായ പച്ചപ്പുൽച്ചാടിയുടെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരിടത്ത് ഒരു മടിയനായ പച്ചപ്പുൽച്ചാടി ഉണ്ടായിരുന്നു. സദാസമയം അവനെ എപ്പോഴും തിന്നുകൊണ്ടിരിക്കണം. ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഉറുമ്പുകൾ ചുമടെടുത്തു പോകുന്നത് കണ്ടു. എന്തിനാ ഇങ്ങനെ ചുമടെടുത്തു പോകുന്നതെന്ന് ചോദിച്ചു. ഉറുമ്പുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് വേനൽക്കാലം വരുമ്പോൾ സ്വാദിഷ്ടമായ ഭക്ഷണമൊന്നും കിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോഴേ ഞങ്ങൾ എടുത്തു വെക്കുന്നത്. ഉറുമ്പുകൾ ഒരു സംശയത്തോടെ ചോദിച്ചു, എന്താ നീ ഇപ്പോഴൊന്നും എടുത്തു വെക്കുന്നില്ലേ? നിനക്ക് വേനൽക്കാലാകുമ്പോ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം തിന്നണ്ടേന്ന്. അപ്പോൾ ഈ പച്ചപ്പുൽച്ചാടി പറഞ്ഞു, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. നമുക്ക് ഈ ഭക്ഷണം കിട്ടുന്നതുണ്ടല്ലോ, അത് അപ്പൊ തന്നെ കിട്ടി തീർക്കണം. അങ്ങനെ പച്ചപ്പുൽച്ചാടി പാട്ടും പാടിക്കൊണ്ട് ഒരു മരത്തിന്റെ കൊമ്പിൽ ഇരുന്നു. അപ്പോൾ ഈ തേനീച്ചകളെ കണ്ടു. എന്താ നിങ്ങൾ എന്ത് ഈ തേനൊക്കെ കൊണ്ടുവന്നേ ഇപ്പോഴേ? അപ്പൊ തേനീച്ചകൾ പറഞ്ഞു, വേനൽക്കാലാകുമ്പോ പൂവെല്ലാം വാടിപ്പോവും, തേൻ കിട്ടാതെ വരും. അപ്പൊ നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്കൊന്നും ഭക്ഷണം ശേഖരിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പൊ പച്ചപ്പുൽച്ചാടി പറഞ്ഞു, ഇപ്പോഴേ എന്തിനാ എടുത്തു വെക്കുന്നത്? കിട്ടുന്നതെല്ലാം അപ്പൊ തന്നെ കഴിക്കണമെന്ന്. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞു. വേനൽക്കാലവും വന്നു. പച്ചപ്പുൽച്ചാടി ഒന്നും കഴിച്ചിട്ടില്ല, വെള്ളവും പോലും കുടിക്കാതെയായിരുന്നു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തേനീച്ചകളെ കണ്ടു. തേനീച്ചകളെ ചോദിച്ചു, എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ? എനിക്ക് വിശന്നിട്ട് വയ്യ. തേനീച്ചകൾ പറഞ്ഞു, എന്റെ കയ്യിലില്ല, ഞങ്ങൾക്ക് തിന്നാൻ മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പച്ചപ്പുൽച്ചാടിക്ക് ഭയങ്കര സങ്കടം വന്നു. അങ്ങനെ പച്ചപ്പുൽച്ചാടി ഉറുമ്പുകളെ കണ്ടു. ഉറുമ്പിനോട് ചോദിച്ചു, കുറച്ച് ഭക്ഷണം തരുമോന്ന്. ഉറുമ്പുകൾ പറഞ്ഞു, അതിനെന്താ, ഭക്ഷണം തരാമല്ലോ. പക്ഷേ നീ ഇതിനൊന്നും ഒരു പാഠം പഠിച്ചില്ലേ? നേരത്തെ ഈ ഭക്ഷണമൊക്കെ എടുത്തു വെക്കണം, എന്നാലേ നമുക്ക് ഇതുപോലെ വേനൽക്കാലം വരുമ്പോ തിന്നാൻ പറ്റൂന്ന്. അങ്ങനെ ഉറുമ്പുകൾ ഭക്ഷണം കൊടുത്തു. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞ് പച്ചപ്പുൽച്ചാടി നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് പോയി. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഇന്നത്തെ കാര്യം ഇന്ന് തന്നെ ചെയ്യുക, നാളത്തേക്ക് മാറ്റി വെക്കരുത്. കൂട്ടുകാരെ, നിങ്ങൾക്കും കുട്ടിക്കഥകളിലേക്ക് കഥ പറയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. ബൈ ബൈ.